ഒന്നും കൂടെ ചിരിക്കൂ. അങ്ങനെ എപ്പോഴെപ്പോഴും ചിരിക്കാൻ പറ്റത്തില്ല. ഇതിനൊക്കെ ഒരു ചെറിയ ചെറിയ ടൈം വ്യത്യാസമുണ്ട്, അറിയാമോ? എപ്പോഴെപ്പോഴും ചിരിക്കാൻ. അല്ല മനസ്സിലായില്ല. ആര് 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 മോം കാളൻ. ആര്? യമപുരിയിലെ കാളൻ. നിങ്ങള് കാലായി യമപുരിയില്ല. യമപുരിയിൽ നിന്നോ? ഇത് കാലനല്ല, ഏതോ ഒടിഞ്ഞ ബെഞ്ചിന്റെ കാല്. ഞാൻ കാല, എന്റെ അമ്മയാണ്, ഈ മണ്ണാണ്, നീയാണ്, ഞാനാണ്, രണ്ട് പിള്ളേരാണ്. സത്യം കാലേ, സത്യം. കാൽ നോക്കിക്കേ, നേരെ നോക്കിക്കേ, കാലേ. അല്ല, വിളിച്ചു വരുത്തത് ഞാനാണ്. ഓ, പക്ഷെ എന്നാലും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ പൊന്നരിയ വിശ്വസിക്കലിയ, ഞാൻ കാലേ. അല്ല, ഈ കാലനാണെങ്കിൽ ഈ ആഭരണമൊക്കെ കാണണമല്ലോ. അതോ അല്ല, അത് ഉണ്ടായിരുന്നു. ഞാനേ എയർപോർട്ട് വഴിയാ വന്നത്. അപ്പൊ ഇന്ത്യൻ ടാക്സി പിടിച്ചു, കള്ളസ്വർണ്ണം പറഞ്ഞുകൊണ്ട് എല്ലാം ഊരിക്കൊണ്ട് പോയി. തരാന്ന് പറഞ്ഞു, കുഴപ്പമില്ല. ശരി, ഈ കാലന്റെ പോത്തവിടെ? അത് നമ്മുടെ എന്റെ അനിയച്ചാര് കൊണ്ടുപോയി. ചിത്രഗുപ്തനാ? ആ, മാമിയുടെ കല്യാണത്തിന് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു എന്റെ വാഹനം എടുത്തോണ്ട് പോവല്ലേ പോവല്ലേ എന്ന്. അവൻ കേൾക്കൂല, എടുത്തോണ്ട് പോയി. പോട്ടെ, തലയിലിരിക്കുന്ന കുന്ത്രാണ്ട തൊപ്പി അതെന്തേ? അത് ഹെൽമെറ്റാന്ന് പറഞ്ഞ അവന് കൂടെ കൊണ്ടുപോയി. അതൊക്കെ ഓക്കെ, ശരി. എന്നാ ഒരു കാര്യമുണ്ടല്ലോ, സാധാരണ കാലം വരുന്നത് വലിയ കാലപാശം ഈ ജീവനെടുക്കാനുള്ള കയറുമായിട്ടാണ്. ആ വടം അതെവിടെ? അയ്യോ, ഞാൻ രാവിലെ വടം കൊണ്ട് ഇറങ്ങിയതാ. എന്നിട്ട് അവിടെ നിങ്ങളോട് നടന്നു വന്നപ്പം പരലോകത്തെ കുടുംബശ്രീ പെണ്ണുങ്ങളുടെ വടംവലി മത്സരം. അപ്പൊ ഞാൻ പിന്നെ കാലാ വടവും കൊണ്ട് തരുമോന്ന് ചോദിച്ചു. പെണ്ണുങ്ങളല്ലേ, കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കലവല 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 അലക്കി കൊടുത്ത് തരും അവർ തരും. പക്ഷെ എനിക്ക് വിശ്വാസമായിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിശ്വാസമായിട്ടില്ല. ഇത് കാലനല്ല. ഇവിടെ വിശ്വസിക്കണം, നീ വിശ്വസിക്കുന്നു, സത്യം വിശ്വസിക്കേ. എന്നാ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തരാമോ? എന്റെ ഈ ഇടത് കാല് വലത് കാലിലും വലത് കാല് ഇടത് കാലിലും എന്റെ തല ഇങ്ങനെ തിരിച്ച് പുറമോട്ടും ആക്കി തരാമോ? ഞാൻ കാലനാണ്, അല്ലാതെ മജീഷായി മുതുകാടല്ല. ഇതിനൊക്കെ വേറെ രീതികളൊക്കെ ഉണ്ട്. ചുമ്മാ അതിനൊക്കെ പറഞ്ഞാൽ മതിയോ? അല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഞാൻ ഒരു വെറുതെ ഒന്ന് ഇന്റർവ്യൂ ചോദിക്കണം, അറിയാൻ വേണ്ടി. നിങ്ങളുടെ ഈ പരലോകത്ത് ഭയങ്കര സംഭവങ്ങൾ പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കാൻ കണ്ടിട്ടുണ്ട്. തീയിലിട്ട് ദോശ ചുടും പോലെ മറിച്ചും തിരിച്ചുവിട്ട് കത്തിക്കും, പിന്നെ വേറെ എന്തൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ നൂൽപ്പാലത്തിലൂടെ ഇങ്ങനെ നടത്തിക്കോ? അവിടെ സിനിമ ഡാൻസ് ഇല്ലടേ. അതല്ലെന്ന്, നൂൽപ്പാലത്തിലൂടെ നടത്തിക്കോ? എന്റെ പൊന്നളിയ, അവിടെ ജംബോ സർക്കസ് അല്ല നമ്മൾ നടത്തുന്നത്. നമ്മൾ ഒരുപാട് വേറെ കാര്യങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അറിയാമോ? അങ്ങനെയാണ്. ഈ കാലം, ഞാൻ വേറെ സംശയം ചോദിച്ചോട്ടെ. ഈ എന്നെ കൊണ്ടുപോയാലേ എണ്ണയിലിട്ട് വറക്കുവോ? എന്റെ പൊന്നളിയ, നീ 50 വർഷം മുമ്പേ ആയിരുന്നെങ്കിൽ ഇതേപോലെ സംഭവിച്ചേനെ. ഇപ്പൊ നടക്കൂല. കാരണം 1 കിലോ വെളിച്ചെണ്ണക്ക് 300 രൂപയാണ് കേട്ടോ. അപ്പൊ നിന്നെ ഇത്രയും വലിയൊരു ശരീരം പൊള്ളിക്കണമെങ്കിൽ ഒരുപാട് ക്യാഷ് ആവും. ഗജനാവ് പൈസ ഇല്ല.